I am going to start the module 3 transmission lines, waveguides and cavity resonators. നിങ്ങൾക്കത് പേര് തന്നെ മനസ്സിലാക്കാം. ട്രാൻസ്മിഷൻ ലൈൻസ് എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് മനസ്സിലാക്കാം. as the name suggests, it is used for transmitting electromagnetic waves from one place to another place. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ട്രാൻസ്മിഷൻ ലൈന് മറ്റു കാര്യങ്ങളെല്ലാം അറിയുന്നതിന് മുമ്പ് വി ക്യാൻ ഹാവ് എ റീക്യാപ്പ് ഓഫ് വാട്ട് യു ഹാവ് സ്റ്റഡീഡ് ഇൻ യുവർ ഡിഗ്രി സിലബസ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇലക്ട്രോ ഡൈനാമിക്സ് എന്നുള്ളത്, ഗ്രിഫിത്തിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ളത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവിടെ ഗോസസ് തിയറം പറഞ്ഞു. ദെൻ ആഫ്റ്റർ ദാറ്റ് യു ഹാവ് സ്റ്റഡീഡ് മാഗ്നറ്റിസം. അതിൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്നുള്ളത് പറഞ്ഞു. ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ദെൻ അതിനെ രണ്ടിനെയും ടൈം വേരിയിങ് കേസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കണ്ടത് വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് വി ഹാവ് ഫോർമുലേറ്റഡ് ദ മാക്സ്വെൽസ് ഇക്വേഷൻസ്. അപ്പോൾ അവിടെ ഫാരഡേസ് ലോ വരുന്നുണ്ട് ഒന്ന്. ദെൻ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോട്ട് ഇ, ദാറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളത്. ആൻഡ് അനദർ വൺ ഈസ് ദ കോൺട്രിബ്യൂഷൻ ബൈ മാക്സ്വെൽ. ഈ corrected the Ampere's circuital law by adding another term called displacement current. എന്നിട്ട് 4 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഗോസസ് ലോ, ദെൻ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, അതിന് പ്രത്യേകിച്ച് പേര് നമ്മൾ പറയാറില്ല. ദെൻ ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോട്ട് ഇ കാൾഡ് ദ ഫാരഡേസ് ലോ, ആൻഡ് ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ 0 ജെ പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോട്ട് ഇ ബൈ ഡോട്ട് ഇ. ദിസ് ഈസ് കാൾഡ് മാക്സ്വെൽസ് ഇക്വേഷൻ, Ampere's law with Maxwell's correction. And all these 4 equations are collectively called as Maxwell's equations. എല്ലാത്തിനും കൂടെ പറയുന്ന പേരാണ് മാക്സ്വെൽസ് ഇക്വേഷൻ എന്നുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് ഡിഗ്രി അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ തുടക്കത്തിൽ ഒരു കാര്യം പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഇതിന് മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ മാറ്റർ എന്നുള്ളത് നിങ്ങൾ ഡിഗ്രി ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദ മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം. മാറ്റർ എന്ന രീതിയിലേക്ക് വരുമ്പോൾ അവിടെ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ദർ ഈസ് ഡിഫിക്കൽട്ടി ഈസ് the magnetic flux density B or magnetic field B depends on free current and also on bound current. The free current ine depend ചെയ്യും, bound current ine depend ചെയ്യും. And electric field E എന്നുള്ളത് it depends on both on free charge density and bound charge density. അപ്പോൾ ആ ഡിഫിക്കൽറ്റി ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് വേറെ 2 വെക്ടർ കൂടെ എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കാൾഡ് ഓക്സിലറി ഫീൽഡ് H ആൻഡ് ദെൻ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് D. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡിഗ്രിക്ക് വന്നിട്ടുണ്ടായിരിക്കും, മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻ മാറ്റർ എന്നുള്ളത്. ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ് വന്നിട്ടുണ്ടോ? ഇത് നിങ്ങൾക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ മാറ്റർ എന്നുള്ളത് ഡിഗ്രിയിൽ വന്നിട്ടുണ്ടോ? ഡിഗ്രി സിലബസിൽ ഉണ്ടായിരുന്നു തോന്നുന്നത്. എല്ലാവർക്കും വന്നിട്ടുണ്ടോ? എല്ലാവരും കാലിക്കറ്റ് ആണല്ലോ. ഹലോ, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ, ഇതെല്ലാം നമുക്ക് ഇവിടേക്ക് വേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ MSc സിലബസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ് എന്നുള്ളതിൽ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് റോ എഫ് എന്നുള്ളത് എന്താണ്? ഇറ്റ് ഈസ് ദ ഫ്രീ ചാർജ് ഡെൻസിറ്റി. ആക്ച്വലി ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്നുള്ളതിനെ റോ എഫ് പ്ലസ് റോ ബി എന്ന് എഴുതാം. അവിടെ നിന്നാണ് എന്ത് കിട്ടുന്നത്? നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ കിട്ടുന്നത്. ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ് ആൻഡ് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ദെൻ ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോട്ട് ഇ. അതിലൊന്നും ചേഞ്ച് വരുന്നില്ല, ബിക്കോസ് അതിൽ ഫീൽഡ് ടേം മാത്രമേ ഉള്ളൂ, സോഴ്സ് ടേം വരുന്നില്ല. ഓക്കെ. അപ്പോൾ 2 ഇക്വേഷനാണുള്ളത്. സോഴ്സ് ടേം വരുന്നത് ഒന്ന് ഗോസസ് തിയറം, അവിടെ റോ എന്നുള്ള സോഴ്സ് ടേം വരുന്നുണ്ട്. പിന്നെ ഡെൽ ഡോട്ട് ബി ഡെൽ ക്രോസ് ഇ, അതിൽ രണ്ടിലും സോഴ്സ് ടേം ഇല്ല, ഫീൽഡ് ടേം മാത്രമേ ഉള്ളൂ. പിന്നെ സോഴ്സ് ടേം വരുന്നത് ഡെൽ, ദാറ്റ് ഈസ് ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു എന്നുള്ള അതിൽ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ 0 ജെ എന്നുള്ളത് ഒരു സോഴ്സ് ടേം അവിടെ വരുന്നുണ്ട്. ദെൻ അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഇതുവരെ യു ആർ അക്കസ്റ്റംഡ് വിത്ത് ഗ്രിഫിത്ത് നൊട്ടേഷൻ. അപ്പോൾ ഗ്രിഫിത്ത് നൊട്ടേഷൻ അനുസരിച്ച് ഇങ്ങനെയുള്ളത് ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ് എന്നാണ്. റോ എഫ് എന്ന് പറയുമ്പോൾ ഫ്രീ ചാർജ് ഡെൻസിറ്റി എന്ന രീതിയിലാണ് റോ എഫ് എന്ന് പറയുന്നത്. അവിടെ റോ ബി എന്ന് പറഞ്ഞാൽ ബൗണ്ട് ചാർജ് ഡെൻസിറ്റി. അതുപോലെ ഇവിടെ 4ാമത്തെ ഇക്വേഷനിൽ ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ എഫ് പ്ലസ് ഡോട്ട് ഡി ബൈ ഡോട്ട് ഇ എന്നുള്ളതിൽ ജെ എഫ് എന്നുള്ളത് ഇറ്റ് ഈസ് ദ ഫ്രീ കറണ്ട് ഡെൻസിറ്റി ആൻഡ് ദർ വിൽ ബി ജെ ബി എന്നുള്ളത് ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി എന്നുള്ളതാണ്. ദിസ് ഈസ് ഗ്രിഫിത്ത് നൊട്ടേഷൻ.
ചെങ്ങിലേക്ക് വരുമ്പോൾ ഈ നൊട്ടേഷൻ ഒന്ന് മാറും. ചെങ്ങിൽ റോ എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്, അത് ഫ്രീ ചാർജ് ഡെൻസിറ്റിയാണ്. അപ്പോൾ ചെങ്ങിൽ സോയ്സ് ഫ്രീ എന്ന് പറഞ്ഞ മീനിങ്, എ സോയ്സ് ഫ്രീ മീഡിയം എന്ന് പറഞ്ഞ മീനിങ് ദാറ്റ് മീഡിയം ഹാസ് നോ ഫ്രീ ചാർജ് ഡെൻസിറ്റി ഓർ ഫ്രീ കറണ്ട് ഡെൻസിറ്റി. ഒരു മീഡിയം സോയ്സ് ഫ്രീ എന്ന് പറയുമ്പോൾ ചെങ്ങ് ഉദ്ദേശിക്കുന്നത് ആ മീഡിയത്തിൽ എന്തില്ല, ഫ്രീ ചാർജോ ഫ്രീ കറണ്ടോ ഇല്ല. ഫ്രീ ചാർജ് ഫ്രീ കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ അവിടെ എന്തുണ്ടാവാം, ദർ മേ ബി ബൗണ്ട് കറണ്ട്. ബൗണ്ട് കറണ്ട് എന്നുള്ളത് ഇറ്റ് ഈസ് എൻ ഇൻസെപ്പറബിൾ പാർട്ട് ഓഫ് എനി ഡയലക്ട്രിക് മീഡിയം. നമുക്കറിയാം, ഒരു ഡയലക്ട്രിക് മീഡിയത്തിലൂടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായാലും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേരി ചെയ്യുന്നുണ്ട്. അങ്ങനെ വേരിയിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് പോളറൈസേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റൈസേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പോളറൈസേഷൻ എന്നുള്ളത് മാഗ്നറ്റൈസേഷനും കാരണം ദർ വിൽ ബി ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി ആൻഡ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി. ഇറ്റ് ഈസ് ആൾവേസ് വിൽ ബി ദർ. ഏത് മീഡിയത്തിലാണെങ്കിലും അത് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഇല്ലാത്തൊരു കേസ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. ബട്ട് ഫ്രീ കറണ്ട് ഡെൻസിറ്റിയും ഫ്രീ ചാർജ് ഡെൻസിറ്റിയും വേണമെങ്കിൽ സീറോ ആക്കാം. ഇഫ് യു ആർ നോട്ട് കണ്ടക്ടിങ് എനി കൺവെൻഷണൽ കറണ്ട്, അതിനുള്ളിലൂടെ പ്രത്യേകിച്ച് നമ്മളൊരു കണ്ടക്ടിങ് വയർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടക്ടിങ് പാത്ത് വെച്ചിട്ട് ഒരു കറണ്ട് പാസ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എന്തായിരിക്കും, നമുക്ക് ഫ്രീ കറണ്ട് ഡെൻസിറ്റി ആൻഡ് ഫ്രീ ചാർജ് ഡെൻസിറ്റി അത് സീറോ ആക്കാം. ബട്ട് ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി ബൗണ്ട് ചാർജ് ഡെൻസിറ്റി സീറോ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഏതായാലും ഈ ഗ്രിഫിത്തിൻ്റെ നൊട്ടേഷനിൽ നിങ്ങൾ ചെങ്ങിൻ്റെ നൊട്ടേഷനിലേക്ക് വരുമ്പോൾ ഇനി ചാപ്റ്ററിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് പോകുന്നുണ്ടാവുക ചെങ്ങിൻ്റെ നൊട്ടേഷനിലാണ്. അപ്പോൾ ഡെൽ ഡോട്ട് ടി ഈക്വൽ ടു റോ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഇംപ്ലൈസ് ഫ്രീ ചാർജ് ഡെൻസിറ്റി. ആൻഡ് ഹിയർ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോട്ട് ഇ ബൈ ഡോട്ട് എന്ന് പറയുമ്പോൾ ജെ എഫ് എന്ന് പറഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ജെ എന്നുള്ളതാണ് ഇറ്റ് ഈസ് ഫ്രീ കറണ്ട് ഡെൻസിറ്റി. സോ ദിസ് ദ ചെങ് നൊട്ടേഷൻ. ഈ നൊട്ടേഷൻ അനുസരിച്ചാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ എന്നുള്ള നിങ്ങൾ മിക്കവാറും ചെങ് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഏതൊക്കെയാണോ അതിലെല്ലാം ഈ നൊട്ടേഷനാണ് വരുന്നുണ്ടാവുക. ഗ്രിഫിത്തിൽ ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ദർ വിൽ ബി സം സ്ലൈറ്റ് കൺഫ്യൂഷൻ, ബട്ട് റിമെമ്പർ അതുമായിട്ട് ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ദി മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ മാറ്റർ with the two constitutive relations d equal to epsilon 0 e plus p and h is equal to b by mu 0 minus m, where d is electric displacement, h എന്നുള്ളതിന് നിങ്ങൾ പ്രത്യേകിച്ച് പേര് പറയാറില്ല. ഗ്രിഫിത്തിൽ അതിനെ ഓക്സിലറി ഫീൽഡ് എന്നെല്ലാം ചില ടെക്സ്റ്റിൽ പറയാറുണ്ട്. ആൻഡ് ഇൻ ചെങ് എച്ച് എന്നുള്ളതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ബിയെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം, എച്ചിനെ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. ഇനി ചില ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്നും പറയാറുണ്ട്. സോ ചെങ്ങിന് നൊട്ടേഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള സ്ഥാനത്ത് എച്ച് ആണ് വരുന്നുണ്ടാവുക. എച്ച് വിൽ ബി പ്രൈമറി ആൻഡ് ഇ വിൽ ബി പ്രൈമറി ബിക്കോസ് ഇ എന്നുള്ളത് ഇറ്റ് ക്യാൻ ബി ഈസിലി ഡിറ്റർമിൻഡ് ഫ്രം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് എച്ച് ക്യാൻ ബി ഈസിലി ഡിറ്റർമിൻഡ് ഫ്രം ഇലക്ട്രിക് കറണ്ട് എന്നുള്ളതും പൊട്ടൻഷ്യൽ ഡിഫറൻസും പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ അത് മെഷർ ചെയ്യൽ വളരെ ഈസിയാണ്. അതേസമയം ഡി എന്നുള്ളത് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ബൗണ്ട് കറണ്ട് കൂടെ കണ്ടെത്തണം. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അവിടെ ഇ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതേസമയം ബി കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ ബൗണ്ട്, ദാറ്റ് ഈസ് ദ ബൗണ്ട് കറണ്ട് അല്ലെങ്കിൽ ആൾസോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മീഡിയം. അതേസമയം എച്ച് എന്നുള്ളത് ഇറ്റ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ഫ്രം ദി ഫ്രീ കറണ്ട് ഇഫ് ദർ ഈസ് ഇനഫ് സിമെട്രി. അപ്പോൾ ഇവിടെ എച്ചും ഇയുമാണ് ഇ എന്നുള്ളതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്റ്റാറ്റസിലും എച്ച് എന്നുള്ളതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്റ്റാറ്റസിലുമാണ് ചെങ്ങ് നൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് പി ഇസ് കാൾഡ് ഇലക്ട്രിക് പോളറൈസേഷൻ, എം ഇസ് കാൾഡ് മാഗ്നറ്റൈസേഷൻ, എം ക്യാപിറ്റൽ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഡിഗ്രി വന്നിട്ടുള്ളതാണ്. ഇനി മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ സോയ്സ് ഫ്രീ സിമ്പിൾ മീഡിയം ആൻഡ് വേവ് ഇക്വേഷൻ. സോയ്സ് ഫ്രീ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് that medium does not contain any free charge or current density. Free charge density illa, free current density illa. That is called a source free. Simple ennu parnal meaning the medium is a linear, isotropic and homogeneous. Homogeneous enna ningalku ariyam, it has the same electrical or magnetic property. Ivide property ennu parayumbo it is permittivity of the medium epsilon and permeability of the medium mu. That is the property, magnetic electric property. So if the permittivity and permeability has the same value throughout the medium, it is called homogeneous. And if this permittivity and permeability has the same value in all directions, ella directionilum ore value anengil it is called isotropic. In linear ennu parayumbo, if there exists a linear relation between electric displacement and electric field and magnetic
ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ബിയും എച്ചും തമ്മിലും ഡിയും ഇയും തമ്മിലും ഒരു ലീനിയർ റിലേഷൻ ഇതുപോലെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ലീനിയർ മീഡിയം. സോ ലീനിയർ മീഡിയത്തിൽ നമുക്ക് ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇ എന്ന് പറയാം, ബി ഈക്വൽ ടു മ്യൂ എച്ച് എന്ന് പറയാം. ഇറ്റ് ഈസ് വാലിഡ് ഓൺലി ഫോർ ലീനിയർ മീഡിയം. ആൻഡ് ബട്ട് ദിസ് ഇക്വേഷൻ ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി ആൻഡ് എച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ മ്യൂ 0 മൈനസ് എം എന്നുള്ള ഈ ഇക്വേഷൻ ദിസ് ഈസ് വാലിഡ് ഫോർ എനി കൈൻഡ് ഓഫ് മീഡിയം. ഏത് ടൈപ്പിലുള്ള മീഡിയത്തിനും ഈ ഇക്വേഷൻ വാലിഡ് ആണ്. ഇത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നുള്ളത് ദർ ഈസ് നോ പ്രോബ്ലം. ബട്ട് ലീനിയർ മീഡിയ ആണെങ്കിൽ വി ക്യാൻ ഹാവ് എ ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ ഡി ആൻഡ് ഇ ആൻഡ് ബിറ്റ്വീൻ ബി ആൻഡ് എച്ച്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മീഡിയത്തിൽ ദർ ആർ നോ സോഴ്സ്, then we can write the equation del cross E equal to minus dou B by dot T എന്നുള്ളത് B എന്നുള്ളത് mu H എന്ന് വരും. So minus mu into dou H by dot T, because mu can be taken out if it is a homogeneous isotropic medium. And del cross H is equal to dou B by dot T and dou D by dot T, D is equal to epsilon E. So it is epsilon into dou E by dot T. And del dot E equal to del dot D equal to rho എന്നായിരുന്നു. del dot D എന്നുള്ളത് എപ്സിലോൺ ഇ ആവും. സോ del dot of epsilon E is equal to 0 because rho is equal to 0, which implies del dot E equal to 0. And del dot H is equal to 0. You get from here del dot H is equal to del dot B, and here del dot B is equal to 0 എന്നുള്ളതിൽ B equal to mu H എന്ന് എടുക്കുമ്പോൾ del dot mu H is equal to 0 or del dot H is equal to 0. So we will get these four equations. Maxwell's equation for source free simple medium. Simple എന്ന് പറഞ്ഞാൽ linear, homogeneous and isotropic medium. Now take the curl of first equation. Del cross E is equal to, on both sides നമ്മൾ curl എടുക്കുകയാണെങ്കിൽ minus mu into dou by dot T of del cross H. Now using the second equation, del cross H is equal to epsilon dou E by dot T. So that is equal to minus mu epsilon into dou by dot T of dou E by dot T എന്ന് വരും. Dou by dot T of dou E by dot T is dou square E by dot T square. Using this mathematical relation, del cross E is equal to del of del dot E minus del square E. We get del dot E is already 0, so we get minus del square E. Therefore this equation becomes minus del square E is equal to minus mu 0 epsilon 0 dou square E by dot T square, or del square E minus mu epsilon dou square E by dot T square is equal to 0. And if this mu epsilon is taken as 1 by u square, this del square E minus 1 by u square dou square E by dot T square is equal to 0. And this is called a 3-dimensional wave equation. നിങ്ങൾ മെക്കാനിക്സിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇത് മെക്കാനിക്സിൽ നിങ്ങൾക്ക് 1-dimensional wave equation വന്നിട്ടുണ്ടാവും. dou square u by അല്ലെങ്കിൽ dou square x എന്നോ dou square f എന്നോ dou square f by dou x square minus 1 by v square into dou square f by dot T square is equal to 0. അവിടെ dou എന്നുള്ളതിന് പകരം ഇവിടെ del square എന്നായി. So this is called a 3-dimensional wave equation. And this is a homogeneous wave equation. Homogeneous എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ടേമിൽ ഇവിടെ 0 ആണുള്ളത്. ദാറ്റ് ഈസ് ഇവിടെ ഫീൽഡ് ടേം മാത്രമേ വരുന്നുള്ളൂ. സോഴ്സ് ടേമുള്ള ഭാഗത്ത് ഇവിടെ 0 ആണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ഹോമോജീനിയസ് ആൻഡ് ഇറ്റ് ഈസ് എ വെക്റ്റർ വേവ് ഇക്വേഷൻ, ബിക്കോസ് എച്ച് എന്നുള്ളതെല്ലാം വെക്റ്ററാണ്. ഇതുപോലെ നമുക്ക് അടുത്ത if we take the curl of this second equation, we get this relation del square h minus 1 by u square dou square h by dot T square is equal to 0, where u എന്ന സ്ഥാനത്ത് വന്നിട്ടുള്ളത് it is 1 by root of mu epsilon. കാരണം ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ വേവ് ഇക്വേഷനിൽ 1 by u square എന്നുള്ളത് u is called the velocity. Here u is 1 by root of mu epsilon is called the phase velocity of the electromagnetic wave in that medium. So this shows that electromagnetic wave can travel through that medium with a velocity u is equal to 1 by root of mu epsilon. Both electric and magnetic waves can exist. അതാണ്. അപ്പോൾ ഇത്രയുമാണ് അതിലുള്ള സോഴ്സ് ഫ്രീ എന്നുള്ള കണ്ടീഷനുള്ളത്. നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്. അടുത്തൊരു സെക്ഷൻ ടൈം ഹാർമോണിക് ഫീൽഡ്സ് എന്നുള്ളതാണ്. സോ ദിസ് ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ എന്നുള്ളത് മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മൾ ആസ് സച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് വാലിഡ് ഫോർ എനി ആർബിട്രറി ടൈം ഡിപ്പെൻഡൻസ്. ടൈം ഡിപ്പെൻഡൻസ് പല രീതിയിൽ വരാം. ഒരു സ്ക്വയർ വേവ് വരാം, ഇറ്റ് ഈസ് സം സോർട്ട് ഓഫ് ടൈം ഡിപ്പെൻഡൻസ്. അതല്ലെങ്കിൽ സോ ടൂത്ത് വേവ് വരാം.
ഇറ്റ് ഈസ് അനദർ ടൈം ഡിപ്പെൻഡൻസ്. പക്ഷേ നമുക്കറിയാം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ടൈം ഡിപ്പെൻഡൻസ് എന്നുള്ളത് ഇറ്റ് ഈസ് സൈൻ ഓർ കൊസൈൻ ടേം. അപ്പോൾ ഒരു സൈൻ അല്ലെങ്കിൽ കൊസൈൻ എന്ന രീതിയിൽ ഒരു വേവി ഫോമിൽ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ഹാർമോണിക് ഡിപ്പെൻഡൻസ് എന്ന് പറയാം, ടൈം ഹാർമോണിക്. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫീൽഡ്സ് ആർ കാൾഡ് ടൈം ഹാർമോണിക് ഫീൽഡ്സ്. ഇപ്പോൾ ഇവിടെയും ഇനി നമ്മൾ ചെങ്കിലും പറയുന്ന മിക്കവാറും എല്ലാം ടൈം ഹാർമോണിക് ഫീൽഡ്സ് ആയിരിക്കും. വൈ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം മിക്കവാറും എല്ലാ ഓസിലേറ്ററിനും വരുന്നത് സിനുസോഡൽ ഓസിലേഷൻസ് ആയിരിക്കാം. സോ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് എയ്തർ ബൈ സൈൻ ഓർ കൊസൈൻ ടേം. ആൻഡ് ഓൾസോ എനി പീരിയോഡിക് വേവ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ സം ഓഫ് സൈൻ ഓർ കൊസൈൻ ടേംസ് ബൈ യൂസിങ് ഫൊറിയേഴ്സ് തിയറം. ഫൊറിയേഴ്സ് എക്സ്പാൻഷൻ, ഇങ്ങനെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ വെച്ചിട്ട് ഏത് ടൈപ്പിലുള്ള സ്ക്വയർ വേവോ സോട്ടൂത്ത് വേവോ ഏതോ ആവട്ടെ ഏത് പീരിയോഡിക് വേവിനെയും എന്ത് ചെയ്യാം, എനി പീരിയോഡിക് ഫങ്ഷൻസ് ക്യാൻ ബി എക്സ്പാൻഡഡ് ആസ് എ സം ഓഫ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈൻസ് ആൻഡ് കൊസൈൻസ് ഹാവിങ് ഡിക്രീസിങ് ആംപ്ലിറ്റ്യൂഡ്സ്. സോ ഇവിടെ അതുപോലെ തന്നെ ഈ സിനുസോഡൽ ടൈം വേരിയേഷൻ എന്നുള്ളത് വരുന്നത് ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എമിറ്റ് ചെയ്യുന്നുണ്ടാവുക ഇറ്റ് ഈസ് ഫ്രം ദ ആക്സിലറേഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ആക്സിലറേഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്നുള്ളത് മിക്കവാറും സിനുസോയിഡൽ ആയിട്ടാണ് വരുന്നുണ്ടാവുക. അതല്ലെങ്കിൽ പറയാം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ് അവിടെ വരുന്നുണ്ടാവുക അതിൻ്റെ ഓസിലേഷൻ. ഇപ്പോൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആയതുകൊണ്ട് തന്നെ അതിന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനും എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ആൾസോ സിമ്പിൾ ഹാർമോണിക് ഇൻ നേച്ചർ ആൻഡ് വിൽ ബി സിമ്പിൾ ഹാർമോണിക് എന്ന് പറയുമ്പോൾ സൈൻ ഓർ കൊസൈൻ ടേം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ വി വിൽ ബി ആൾവേസ് ഡീലിംഗ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ഓർ ടൈം ഹാർമോണിക് ഫീൽഡ്സ്. സോ ടൈം ഹാർമോണിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു ഫീൽഡ് എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് ഓൺ സ്പേസ് ആൻഡ് ടൈം. ഇപ്പോൾ ആ ഫീൽഡ് ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത് അറ്റ് എ പൊസിഷൻ XYZ depends also on time because it will be time varying. So generally E will be a function of both space and time, E of x, y, z, t. And if the time dependence is time harmonic means if time dependence is in a harmonic manner, that is if it can be represented either by sine or cosine. നിങ്ങൾക്ക് ഇതിനെ സൈൻ അല്ലെങ്കിൽ കൊസൈൻ എന്ന ടേമിൽ എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇ എന്നുള്ളതിനെ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സം E, that is amplitude part depending on space into cos omega t or sin omega t. That depends on your choice. Cos ആണോ സൈൻ ആണോ എന്നുള്ളത് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷന് ചോയ്സ് അനുസരിച്ചുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇ ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി എന്ന് എഴുതാം നിങ്ങൾക്ക് വേണമെങ്കിൽ, ഓർ ഇ ഈക്വൽ ടു സം E0 കോസ് ഒമേഗ ടി എന്ന് എഴുതാം. കോസ് ആയാലും സൈൻ ആയാലും രണ്ടും തന്നെ ടൈം ഹാർമോണിക് തന്നെയാണ്. So in mathematical form we can write it as if we are taking cos omega t എന്നുള്ള നിങ്ങളുടെ ഫിസിക്കൽ ഫീൽഡ് എടുക്കുന്നതെങ്കിൽ you can write it as E of x y z t can be written as a real part of some E of x y z into e raised to j omega t. Remember this E of x y z is a vector quantity and E of x y z is also vector quantity. ഇ ഓഫ് എക്സ് വൈ സെറ്റ് എന്നുള്ളതിനും ഇ ഓഫ് എക്സ് വൈ സെറ്റ് ടി എന്നുള്ളത് ഞാൻ സെയിം ഇതിനാണ് യൂസ് ചെയ്യുന്നത്. അത് ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇ ഓഫ് എക്സ് വൈ സെറ്റ് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുള്ളൂ. ആൻഡ് വി വിൽ ബി മാനിപ്പുലേറ്റിംഗ് ദ കാൽക്കുലേഷൻ ലൈക്ക് ദാറ്റ്. ആൻഡ് ദിസ് ക്വാണ്ടിറ്റി ഇ ഓഫ് എക്സ് വൈ സെറ്റ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പേസ് കോർഡിനേറ്റ്സ് ഓൺലി ആൻഡ് ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം, ഇറ്റ് ഈസ് കാൾഡ് വെക്റ്റർ ഫേസർ. ദാറ്റ് ഈസ് കാൾഡ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഫേസർ എന്ന് പറയാം ഇതിന് ഇ ഓഫ് എക്സ് വൈ സെറ്റ് ഇൻറ്റു ഇ റൈസ് ടു ജെ ഒമേഗ ടി. നിങ്ങൾക്ക് കാണാം റിയൽ പാർട്ട് ഓഫ് ഇ ഓഫ് എക്സ് വൈ സെറ്റ് ഇൻറ്റു ഇ റൈസ് ടു ജെ ഒമേഗ ടി എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക ഇ ഓഫ് എക്സ് വൈ സെറ്റ് ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് വരാം. ആക്ച്വലി ഇവിടെ ഇ ഓഫ് എക്സ് വൈ സെറ്റ് കോസ് ഒമേഗ ടി പ്ലസ് ജെ സൈൻ ഒമേഗ ടി എന്നുണ്ടാവാം ഇഫ് ഇ ഓഫ് എക്സ് വൈ സെറ്റ് ഈസ് എ റിയൽ ക്വാണ്ടിറ്റി. നോർമൽ കേസിൽ ഇ ഓഫ് എക്സ് വൈ സെറ്റ് എന്നുള്ളതും എന്തായിരിക്കാം, ഒരു ഇമാജിനറി കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആയിരിക്കാം. കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇയും ഇ റേസ് ടു ജെ ഒമേഗ ടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിൻ്റെ റിയൽ പാർട്ടായിരിക്കും നിങ്ങളുടെ ഫിസിക്കൽ ഫീൽഡ് എന്നുള്ളത്. ഇൻ എനി വേ വി ക്യാൻ റെപ്രസെൻറ്റ് ദിസ് ഇ ഓഫ് എക്സ് വൈ സെറ്റ് ടി ആസ് എ റിയൽ പാർട്ട് ഓഫ് ഇ ഓഫ് എക്സ് വൈ സെറ്റ് ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി ഇഫ് ദിസ് ടൈം ഡിപ്പെൻഡൻസ് ഈസ് ഇൻ സിമ്പിൾ സൈൻ ഓർ കൊസൈൻ ടേംസ് where e of x y z is called the vector phasor. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞ മാക്സ്വെൽസ് ഇക്വേഷൻ എല്ലാം ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് വരുന്നുണ്ടാവും. ബിക്കോസ് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഫോർ എക്സാമ്പിൾ ദ ഇ ഓഫ് എക്സ് വൈ സെറ്റ് ടി ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ്
ഓക്കെ, നിങ്ങളുടെ സ്ക്രീനിൽ നോട്ട് മാറിയല്ലോ അല്ലേ? സ്ക്രീനിൽ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇ ഓഫ് എക്സ് വൈ സെറ്റ് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് ഇ ഓഫ് എക്സ് വൈ സെറ്റിൻ്റെ ഇ റേസ് ടു ജെ ഒമേഗ ടി ഞാൻ എഴുതുന്നത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, എച്ചിന് എഴുതാം. മാഗ്നറ്റിക് ഫീൽഡ് എച്ച് ഓഫ് എക്സ് വൈ സെറ്റ് ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് എച്ച് ഓഫ് എക്സ് വൈ സെറ്റിൻ്റെ ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് എഴുതാം. ഇതിന് ഞാൻ ഇ ബൈ ഡോട്ട് ടി കണ്ടെത്താം. ബിക്കോസ് ഇൻ മാക്സ്വെൽസ് ഇക്വേഷൻ ദർ ഈസ് എ ടേം ഡോ സ്ക്വയർ ഇ ബൈ ഡോട്ട് ടി സ്ക്വയർ, അനദർ ടേം ഡോ ഇ ബൈ ഡോട്ട് ടി, ദെൻ ഡോ ബി ബൈ ഡോ എച്ച് ബൈ ഡോട്ട് ടി, ഇങ്ങനെ പല ടേമും വരുന്നുണ്ടാവും. സോ ഡോ ഇ ബൈ ഡോട്ട് ടി കാണുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോട്ട് ടി ഓഫ് ദിസ് വൺ. അതിൽ ഇ ഓഫ് എക്സ് വൈ സെറ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ഓൺലി. സോ അവിടെ ഡിഫറൻഷ്യൽ വരില്ല. സോ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ആൻഡ് വാട്ട് ഈസ് dou by dot t of this e raised to j omega t it is j omega into e raised to j omega t. So it becomes j omega into real part of e of x y z into e raised to j omega t. And this one, the real part of this one is again e of x y z t. So e by dot t is equal to j omega into e എന്ന് വരും. So differentiation of electric field with respect to time is equivalent to multiplying the electric field by j omega. Differentiation എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ജെ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളാണത്. ദിസ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം ഇൻ സിമ്പിൾ ഹാർമോണിക് ടേംസ്. അതുപോലെ ഇൻ്റഗ്രേഷൻ നോക്കുകയാണെങ്കിൽ ഈ എക്സ് വൈ സെഡ് ടി ഡി ടി, ഇപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്മിഷൻ ലൈൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരുപാട് ഇൻ്റഗ്രേഷൻ വരുന്നുണ്ടാവും, ഇ എന്നുള്ളതിൻ്റെയും എച്ച് എന്നുള്ളതിൻ്റെയും. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രേഷനിൽ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇ റേസ് ടു ജെ ഒമേഗ ടി ബൈ ജെ ഒമേഗ എന്ന് വരാം. സോ വി ഗെറ്റ് real part of x y z e raised to j omega t by j omega. That real part of e raised to j omega t it is again e. So integral e dt enulladu it is e by j omega. So what is the simplicity is integrating the electric field with respect to time is equivalent to dividing the electric field by j omega. അപ്പം ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈയിങ് ബൈ ജെ ഒമേഗ, ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഡിവൈഡിങ് ബൈ ജെ ഒമേഗ. Now if you want to find dou square e by dot t square, dou square e by dot t square എന്ന് പറയുമ്പോൾ it is j omega into dou e by dot t എന്നാവും. Dou e by dot t is again j omega e, so it is j omega whole square into e. അപ്പോൾ ഡബിൾ ഡിഫറൻഷിയേഷൻ ആണെങ്കിൽ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ആണെങ്കിൽ ഇറ്റ് ഈസ് ഇക്വലൻറ്റ് ടു മൾട്ടിപ്ലൈയിങ് വിത്ത് j omega ട്വൈസ്. നിങ്ങൾക്ക് തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ആണെങ്കിൽ j omega ക്യൂബ്. അതുപോലെ if we integrate this once again we get this e of x y z t by j omega whole square എന്ന് വരും. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ എന്നുള്ളതും ഡിഫറൻഷിയേഷനും വളരെ സിമ്പിളാണ് ഇഫ് ദ ടൈം ഡിപ്പെൻഡൻസീസ് ഇൻ സിമ്പിൾ ഹാർമോണിക് ടേംസ്. ഇനി നോക്കാം ഒന്നാമത്തെ ഇക്വേഷൻ. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് മ്യൂ ഇൻറ്റു ഡോ എച്ച് ബൈ ഡോട്ട് ടി എന്നുള്ളതാണ് നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻ. അവിടെ ഇ എന്നുള്ളത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം, h is also a function of space and time. So this e can be written as del cross of e of x y z into e raised to j omega t is equal to minus mu into j omega, because dou h by dot t is j omega h. So j omega h of x y z t into e raised to j omega t, that is equal to del cross e, because del എന്നുള്ളത് it is a space operator, it is not operating on e raised to j omega t. So with respect to del e raised to j omega t എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. സോ ഇറ്റ് വിൽ ബി del cross e into e raised to j omega t minus j omega mu into h into e raised to j omega t. So e raised to j omega t and e raised to j omega t gets cancelled. What will be remaining is del cross e of x y z. Remember now this e is e of x y z is equal to minus j omega mu into h of x y z. So this can be written as del cross e equal to minus j omega mu h, where both e and h are now vector phases. That is, they are functions of space only. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ടൈം ഡിപ്പെൻഡൻസ് എന്നുള്ളത് നമ്മുടെ ഈ മാക്സ്വെൽസ് ഇക്വേഷനിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മാക്സ്വെൽസ് ഇക്വേഷൻ എന്നുണ്ട് നമ്മുടെ ഒറിജിനൽ മാക്സ്വെൽസ് ഇക്വേഷൻ എന്നുള്ളത് ഇറ്റ് വാസ് del cross e equal to minus mu into dou h by dot t എന്നുള്ളതായിരുന്നു. അവിടെ ഇയും എച്ചും both of them were both functions of space and time, but it has reduced to del cross e equal to minus j omega mu h. Here both e and h are functions of space only, so they are vector phases. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഓരോ ഇക്വേഷനും, ദറ്റ് ഈസ് അടുത്ത ഇക്വേഷൻ വരുന്നുണ്ടാവുക del cross h is equal to j plus dou e by dot t എന്നാണ്.
അത് ഇവിടെ വരും. ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഇ ബൈ ഡോട്ട് ടി എന്നുള്ളത് ഇറ്റ് വിൽ ബി ജെ ഒമേഗ ഇ എന്ന് വരും. സോ ഇറ്റ് വിൽ ബി ജെ പ്ലസ് ഡോ ഡി ബൈ ഡോട്ട് ടി എന്നാണ്. ഡി എന്നുള്ളത് എപ്സിലോൺ ഇ എന്ന് വരും. ആൻഡ് ഇഫ് ദാറ്റ് എപ്സിലോൺ ഇൻറ്റു ഡോ ഇ ബൈ ഡോട്ട് ടി എന്നുള്ളത് ഇറ്റ് ഈസ് ജെ ഒമേഗ എപ്സിലോൺ ഇ എന്ന് വരും. ആൻഡ് ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ എന്ന് വരുന്നുണ്ടാവും. ഡെൽ ഡോട്ട് എച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് വരുന്നുണ്ടാവും. ഡെൽ ഡോട്ട് എച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന്, ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന്, ഡെൽ ഡോട്ട് എച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് വരുന്നത്. ബിക്കോസ് എച്ച് ഈസ് ഈക്വൽ ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച് എന്നുള്ളത്. So we see that the Maxwell's equation for time harmonic case in a simple medium is this one. അപ്പോൾ ഇവിടെയും നമ്മൾ സിമ്പിൾ മീഡിയം എടുക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് സോയ്സ് ഫ്രീ. സോയ്സ് ഫ്രീ ആണെങ്കിൽ ഈ ജെയും റോയും കൂടി എന്താവും, 0 ആവുന്നുണ്ടാവും. ഹിയർ ഇ ആൻഡ് എച്ച് ആർ നൗ വെക്റ്റർ ഫേസസ്. ഇ ഈസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് വൈ സെഡ്. സോ വി വിൽ ബി ആൾവേസ് ഡീലിംഗ് വിത്ത് ദ വെക്റ്റർ ഫേസസ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദിസ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ നമ്മൾ നൊട്ടേഷൻ എന്നുള്ളത് ഇ എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് വെക്റ്റർ ഫേസറിനും. ആൻഡ് ഇഫ് യു വാണ്ട് ടു എക്സ്പ്ലിസിറ്റ്ലി റെഫർ ടു ദ ടൈം ഡിപ്പെൻഡൻസ് ആൻഡ് വി വിൽ ഹാവ് ടു റൈറ്റ് ഇ ഓഫ് എക്സ് വൈ സെഡ് ടി. നിങ്ങൾ ഇങ്ങനെ ഒരു എക്സ്പ്ലിസിറ്റ് ഡിപ്പെൻഡൻസ് കാണിക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ഇ ഓഫ് എക്സ് വൈ സെഡ് ടി. അതല്ലാതെ വെറുതെ ഒരു ഇ എന്ന് കൊടുത്താൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ വെക്റ്റർ ഫേസർ. ഇറ്റ് ഈസ് എക്സ് വൈ സെഡ് എന്നാണ് അതിൻ്റെ മീനിങ്. ആ ഇതിൽ ടെക്സ്റ്റ് പോകുന്നുണ്ടാവാം. നൗ ലാസ്റ്റ് വൺ, ടൈം ഹാർമോണിക് ഫീൽഡ്സ് ഇൻ സോയ്സ് ഫ്രീ സിമ്പിൾ മീഡിയം. ഇനി സോയ്സ് ഫ്രീ ആണെങ്കിൽ, ഈ മീഡിയം തന്നെ സോയ്സ് ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതാണ് ടൈം ഹാർമോണിക് മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ എ സിമ്പിൾ മീഡിയം വിത്ത് സോയ്സസ് എന്ന് പറയുമ്പോൾ ജെയും റോയും 0 അല്ല. ഇനി സോയ്സ് ഫ്രീ എന്ന് പറയുമ്പോൾ ചേഞ്ച് വരുന്നുണ്ടാവുക. ജെ വിൽ ബി 0 ആൻഡ് റോ വിൽ ബി 0. റിമെമ്പർ ജെ എന്നുള്ളതും റോ എന്നുള്ളതും ഗ്രിഫിത്തിൻ്റെ നൊട്ടേഷൻ അനുസരിച്ച് ഫ്രീ എന്ന് തന്നെ കൊടുക്കണം. അപ്പോൾ ഇവിടെ ചെങ്ങിൻ്റെ നൊട്ടേഷൻ അനുസരിച്ച് ഫ്രീ ചാർജ് ഡെൻസിറ്റിയും ബൗണ്ട് ഫ്രീ കറണ്ട് ഡെൻസിറ്റി അങ്ങനെ കാണിക്കുന്നുണ്ടാവും. സോ റോ ഈക്വൽ ടു 0, ജെ ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ ഈസ് ഈക്വൽ ടു 0. സിഗ്മ എന്നുള്ളത് ഇറ്റ് ഈസ് എ നോൺ കണ്ടക്റ്റിംഗ് മീഡിയം. നോൺ കണ്ടക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലോസ്ലെസ്. കണ്ടക്റ്റീവ് മീഡിയം ആണെങ്കിൽ അവിടെ ലോസി മീഡിയം ആയിരിക്കും. അതെല്ലാം നിങ്ങൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. ഫോർ ദ ടൈം ബീയിങ് we are assuming a non-conducting or lossless medium, that is sigma is conductivity is equal to 0. The time harmonic equations are del cross E equal to minus j omega mu h and del cross h is equal to j omega epsilon E. J term is 0, del dot E equal to 0 and del dot h is equal to 0. നേരത്തെ പറഞ്ഞ പോലെ തന്നെ if we take the curl of first equation, del cross E is equal to minus j omega mu into del cross h, that is equal to minus j omega mu into del cross h is equal to j omega epsilon E. So j omega epsilon E, that is equal to minus j into j minus j square, that is plus 1. So omega square mu epsilon E, that can be written as some k square E, where k square is equal to omega square mu epsilon, or k is equal to omega into root of mu epsilon. And this omega, this k is called wave number എന്നെല്ലാം ചില കേസിൽ പറയാറുണ്ട്. ചില കേസിൽ അതിന് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്നും പറയാറുണ്ട്. Now using this del cross E is equal to del of del dot E minus del square E. അപ്പോൾ ഇവിടെ കിട്ടും minus del square E is equal to k square E, or del square E plus k square E is equal to 0 with k is equal to omega in root of mu epsilon. Similarly, നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഇതിൻ്റെ കേൾ എടുത്തിട്ട് ഈ റിലേഷൻ കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ we will get another equation for h, del square h plus k square h is equal to 0. So these two equations are called, that is del square E plus k square E is equal to 0 and del square h plus k square h is equal to 0. These are called homogeneous vector Helmholtz equation, and they are the wave equation for waves traveling in a lossless, simple, source free medium with harmonic time dependence.